എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള നല്ല നാടൻ രീതിയിലുള്ള ഒരു പഴംപൊരിയാണ്. ഇത് തട്ടുകടയിലൊന്നും ഉണ്ടാക്കുന്ന പോലെ ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ കളറോ ഒന്നും ചേർക്കുന്നില്ല. നല്ല പഴയ രീതിയിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചതാണ് ഞാൻ. അതുപോലെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇനി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവുക. ഞാൻ എടുത്തിരിക്കുന്നത് 2 പഴമാണ്. അതിന് മൈദ, മുട്ട ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കളറിന് പകരം ഞാൻ എൻ്റെ ഉമ്മയൊക്കെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാറ്. അത് തന്നെയാണ് ഞാനും ചേർക്കൽ. ഏലക്കായ് 3 എണ്ണം, പഞ്ചസാര ആവശ്യത്തിന്, ഏലക്കായ അത് പൊടിച്ചെടുത്താൽ മതി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും വെള്ളം, ഇത്രയുമാണ് വേണ്ടത്. പഴം ഞാൻ 2 മുറിച്ചിട്ട് ചെറുതായിട്ടാണ് മുറിക്കുന്നത്. തട്ടുകടയിലെ പോലെ നീളത്തിലൊന്നുമല്ല. ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ 2 മുറിച്ച് ഓരോന്നിങ്ങനെ ചീന്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പല ആകൃതിയിലും മുറിക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെറുതാക്കിയിട്ടാണെങ്കിൽ ചെറുതാക്കിയിട്ട്, അപ്പാട് നീളത്തിലാണെങ്കിൽ നീളത്തിൽ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് മുറിച്ചെടുക്കാം. മൈദ ഞാൻ അതിന് കണക്കായിട്ട് ഉള്ളത് തന്നെയാണ് എടുത്തു വെച്ചത്. അതിലേക്ക് ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് ആ മുട്ട ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി ചേർത്തെടുത്തിട്ട് ബാക്കി ചേരുവ ഇട്ട് കൊടുക്കാം. മുട്ട എൻ്റെ ഇത് കഴിച്ചിട്ട് അതിൻ്റെ ബാക്കിയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച മൈദ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും. നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചേർത്തെടുക്കാം. ഇതധികം കട്ടി കൂടിയും പോറ് കുറഞ്ഞും പോറ്. ഇപ്പോൾ ഉള്ള എല്ലാവരും ബേക്കിംഗ് സോഡയോ കളറും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. ഞാനിതെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാൽ ആ കളറിൻ്റെ അതേ നിറം തന്നെ കിട്ടും. മഞ്ഞൾപ്പൊടി നമ്മളെ ശരീരത്തിനൊക്കെ നല്ലതുമാണ്. കളറൊക്കെ ചേർത്ത് നമ്മൾ കഴിച്ചാൽ പല രോഗവും വരും. അതുകൊണ്ട് ഞങ്ങൾ കളറൊന്നും ചേർക്കാറില്ല. ഞങ്ങൾ ബിരിയാണി വെക്കുമ്പം വരെ മഞ്ഞൾ കലക്കിയിട്ടാണ് പാരൽ. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ രുചി ഓയിലാണ് ഒഴിച്ചത്. നമുക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ എടുക്കാം. പഴയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നും ഇതിൽ മുക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നിങ്ങനെ മുക്കിയിട്ട് കൊടുക്കുക. മുട്ട ചേർത്തുകൊണ്ട് പെട്ടെന്നിത് പൊങ്ങി വരും. മുട്ട എൻ്റെ സാധ്യ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുട്ട പൊട്ടിച്ച് ദേശം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നാലും പൊന്തി വരും. അന്നേരം മുട്ടേൻ്റെ ചുവ വരില്ല. കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചാൽ മതി. ഇത് നല്ല കഴിക്കാനുള്ള നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ്. നല്ല കളറായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ചിലവർ വെറും ഒരു വെള്ള കളറാകുമ്പം തന്നെ കോരിയെടുക്കും. ഞങ്ങളിങ്ങനെ ലേശം ഒരു ബ്രൗൺ കളറായാലാണ് കോരലുള്ളൂ. നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പഴംപൊരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റുള്ള പഴംപൊരിയാണ്. സ്പോഞ്ച് പോലുള്ള പഴംപൊരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇനി എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.
ഞാൻ ഇതിനു മുമ്പ് ഇടിയൂന്നി ഉണക്കി പൊരിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് താഴെയുണ്ട്, എല്ലാവരും അത് കാണണം. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.